സമീർ ബിൻ കരീം കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ചാലിയാറിൻ്റെ തീരത്തുള്ള തെരച്ചിലും ഇന്ന് തുടരുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻ പ്ലാൻ ദൗത്യസംഘം ആലോചിക്കുന്നത്? ഇന്നലെയും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ സാഹചര്യമുണ്ട്. ഇന്നത്തെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും സമീർ ബിൻ കരീം? റജിത്ത്, ഇന്ന് വിപുലമായ ഒരു തിരച്ചിൽ ചാലിയാർ പുഴയിലോ പരിസരങ്ങളിലോ ഉണ്ടാകില്ല എന്നുള്ളതാണ്. പകരം പ്രാദേശികമായുള്ള തെരച്ചിലായിരിക്കും പ്രധാനമായും ഉണ്ടാവുക. ഇന്നലെ ഉണ്ടായതുപോലെ, അതായത് ചാലിയാർ പുഴയോട് ചേർന്നുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, അവരുടെ സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ ഇവർ ചേർന്നുള്ള ഒരു തിരച്ചിലായിരിക്കും പ്രധാനമായും ഇന്ന് നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പൊത്തുകല്ല് മുതൽ വാഴക്കാട് വരെയുള്ള ഏതാണ്ട് 70 കിലോമീറ്ററോളം ദൂരത്തായിരിക്കും ഈ ഒരു തിരച്ചിലുണ്ടാവുക. അതോടൊപ്പം തന്നെ മറ്റുള്ള ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഫയർഫോഴ്സും ഒപ്പം തന്നെ ചില സന്നദ്ധ പ്രവർത്തകരും ഈ ബോട്ട് ഇറക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിലും ഈ ഭാഗത്തേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ വനത്തിനുള്ളിൽ ഇന്ന് തിരച്ചിൽ പ്രധാനമായും ഉണ്ടാകില്ല. പകരം ഏതെങ്കിലും വിധത്തിൽ വനത്തിനുള്ളിൽ ഒരു സംശയാസ്പദമായി എന്തെങ്കിലും വേര് ലഭിക്കുകയോ അതല്ലെങ്കിൽ മൃതദേഹമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആരെങ്കിലും ഒക്കെ അറിയിപ്പോ നൽകുകയോ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് വനത്തിനുള്ളിലേക്ക് തണ്ടർ ബോട്ട് അടക്കമുള്ള സേനകൾ കയറി തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇങ്ങനെയുള്ള ഒരു തിരച്ചിലായിരിക്കും ഇന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 9 മണിയോട് കൂടെയായിരിക്കും ഇതിൽ തിരച്ചിൽ ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ശരി, ചാലിയാറിലെ തിരച്ചിൽ രാവിലെ 9 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നത്. വനമേഖല കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ തിരച്ചിലൊന്നും ഉണ്ടാവില്ല. സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ വനമേഖലയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുള്ള തിരച്ചിൽ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്.